അപ്പോ ഒരു രോഗം അത് പിന്നീട് പരിശോധിച്ച സമയത്ത് സെല്ലുലൈറ്റിസ് എന്നുള്ള രോഗമാണെന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഡോക്ടറെ കാണിക്കാനുണ്ടായിരിക്കുന്ന കാരണം, അല്ലെങ്കിൽ എന്ത് ലക്ഷണങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് ഈ രോഗത്തിന്റെ? അതിന്റെ വിശദാംശങ്ങളൊന്ന് പറയാമോ? പക്ഷെ ഞാനിപ്പോ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 1.5 വർഷമായിട്ട് ഇപ്പോ ചെന്നൈയിലാണ്. അപ്പൊ ചെന്നൈയില് വർക്ക് ചെയ്യുന്ന ഈ അവസരത്തിൽ ഞാൻ ഈ വളരെ ഒരു മാസത്തിന് മുന്നേ ആയിട്ട്, ഒരു 1.5 മാസത്തിന് മുന്നേ ആയിട്ട് ഞാൻ സാധാരണഗതിയില് കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ചെവിയിൽ തോർത്ത് വെച്ച് തുടച്ചിങ് എടുക്കും. തുടച്ച സമയത്ത് എന്റെ ഇടത് ഭാഗത്ത് ചെവിയിൽ ഒരു വീക്കം ഉള്ളതുപോലെ തോന്നി, ശ്രദ്ധയിൽപ്പെട്ടു. ഞാനപ്പോ തൊട്ട് നോക്കിയപ്പോ ചെറിയൊരു വീക്കമാണ് കണ്ടത്. പക്ഷെ ഇത് ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും ഒരു ചിലപ്പോ ഇനി വെള്ളം കറക്റ്റായിട്ട് തോത്താത്തതിന്റെ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചു. ഞാന് ആദ്യം അത് ശ്രദ്ധിച്ചിട്ടില്ല, അങ്ങ് വിട്ടു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ അടുത്ത ദിവസം ഇത് വന്നപ്പോ തന്നെ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കുറച്ചും കൂടി ശ്രദ്ധിച്ചപ്പോ മനസ്സിലാകുന്നത് ഇതിന് വീക്കം കൂടി വരുന്നതായി എനിക്ക് തോന്നുന്നില്ല. എന്റെ അടുത്തിരിക്കുന്ന സഹപ്രവർത്തകനായിട്ടുള്ളത് സാറുണ്ട്, യാത്രയിൽ നിന്നുള്ളതാണ്. സാറിനോട് ഞാൻ പറഞ്ഞു, സാർ എന്റെ ചെവിയിൽ നല്ലൊരു വീക്കം ഉണ്ടല്ലോ. സാർ പറഞ്ഞു ആ വീക്കം ഉണ്ട് സാർ. 2 ചെവി നോക്കിയിട്ട് പറഞ്ഞു, സാർ ഇത് ഇടത് ചെവി സാർ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ വിശദമായിട്ട് നമുക്ക് പിന്നീട് പറയാം. പിന്നെ ഇത് ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് ഈ സെല്ലുലൈറ്റിസ് എന്നുള്ള രോഗമാണെന്ന് പറയുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ അതിന് വിട്ടോ പിന്നെ എന്തെങ്കിലും മരുന്ന് കഴിച്ചോ? ഡോക്ടർ തന്ന മരുന്ന് കഴിച്ചിരുന്നോ? ഡോക്ടർ തന്നത് ഒരു ആന്റിബയോട്ടിക് തന്നു. ആന്റിബയോട്ടിക് ഡോക്ടർ പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ മാഷൊക്കെ പറയാം. കാരണം ആന്റിബയോട്ടിക് തരികയും, പക്ഷെ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഈ ആന്റിബയോട്ടിക്കിൽ ഇത് നിൽക്കാൻ സാധ്യതയില്ല, കാരണം ഇത് കാണുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ആന്റിബയോട്ടിക് ഉപയോഗിച്ച് ഇല്ലാന്ന് പറഞ്ഞു. അതായത് കൊല്ലത്തെ അറിയപ്പെടുന്ന ഒരു സർജനാണ്, ഇപ്പൊ റിട്ടയർ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആന്റിബയോട്ടിക് വാങ്ങിച്ചു, ഞാൻ അത് ഉപയോഗിക്കുകയും ചെയ്തു. പക്ഷേ ആ ആന്റിബയോട്ടിക്കിൽ അതിലല്ല ഭേദമായത് എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആന്റിബയോട്ടിക് ഉപയോഗത്തിന് ശേഷവും 5 ദിവസമാണ് ആന്റിബയോട്ടിക് ഉണ്ടായിരുന്നത്. ആ ആന്റിബയോട്ടിക് ശേഷവും അതിനൊരു മാറ്റവും ഇല്ലാതെ. അതെ അതെ. അപ്പൊ അതിന്റെ ഇതൊക്കെ നമ്മൾ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ട് നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിന്റെ ഒരു സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം തെറാപ്പി ചെയ്തു അല്ലേ? അതെ, അതിനോടൊപ്പം അതായത് ഈ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നതിന് ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ യൂറിൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുകയും, യൂറിൻ തെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് യൂറിൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായി. എനിക്ക് മാഷിട്ട വീഡിയോ ഞാനത് ശ്രദ്ധിക്കുകയും അതിനുശേഷം ശിവപ്രസാദ് സാറ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാൻ പഴകിയ മൂത്രം, അതായത് ഒരു ദിവസം തീരെ പഴകിയതല്ല, ഒരു 2 ദിവസം പഴകിയ മൂത്രമൊക്കെ പഞ്ഞി വെച്ച് ഉള്ളിൽ ഒരു രാവിലെയും വൈകുന്നേരവും ഒരു മണിക്കൂർ 2 മണിക്കൂറോളം ഇത് ഉള്ളിലേക്ക് വയ്ക്കുന്നത്. എത്ര ദിവസം കൊണ്ട് ശമനം ഉണ്ടായി? യൂറിൻ ഉപയോഗിച്ച ശേഷം തിങ്കളാഴ്ച തുടങ്ങി. ആ യൂറിൻ ഉപയോഗിച്ച ശേഷം ശരിക്കും ഒരു 2 ആഴ്ച മാക്സിമം യൂറിൻ ഉപയോഗിച്ച് തുടങ്ങി ഒരാഴ്ചയിൽ തന്നെ ഫലം കണ്ടു തുടങ്ങിയില്ല. ഓക്കെ. പിന്നെ ക്രമേണ ശമിച്ചു, പൂർണ്ണമായിട്ട് ശമിച്ചു. പിന്നെ മരുന്നൊന്നും കഴിച്ചില്ല, ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. അത് യൂറിൻ കഴിക്കുകയും മസാജ് ചെയ്യുകയും ചെയ്തു അല്ലെ? ആ യൂറിൻ ഉള്ളിലേക്ക് പഞ്ഞിയിൽ മുക്കി ഉള്ളിലേക്ക് നമ്മുടെ ചെവിയിലേക്ക് വയ്ക്കുകയും, ചെവിയുടെ മുഴുവൻ ഭാഗവും പഞ്ഞിയിൽ മുക്കി, അതായത് യൂറിനിൽ മുക്കി ചെവി മുഴുവനും മൂടി വയ്ക്കുകയും ചെയ്യും. കൂടുതൽ സമയം ഇതിന് എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് മതി, ബാക്കി നമുക്ക് വിശദമായിട്ടുള്ളത് പിന്നീട് പറഞ്ഞോളൂ. ഓക്കെ, ശരി. സെല്ലുലൈറ്റിസ് അഥവാ കോശജ്വലനം എന്ന രോഗം യൂറിൻ തെറാപ്പിയിലൂടെ സ്വയം സുഖപ്പെടുത്തിയ തിരുവനന്തപുരം സ്വദേശി അഡ്വക്കേറ്റ് ഡോക്ടർ വി രതീഷ് കുമാറാണ് തൻ്റെ അനുഭവം വിശദീകരിച്ചത്. നന്ദി.